നിഗൂഢതകളും രഹസ്യങ്ങളും എപ്പോഴും മനുഷ്യ മനസ്സിനെ ആകർഷിക്കാറുണ്ട്. അത്തരമൊരു രഹസ്യ സമൂഹമാണ് അമേരിക്കയിലെ യെയിൽ യൂണിവേഴ്സിറ്റിയിൽ 1832 സ്ഥാപിതമായ സ്കൾ ആൻഡ് ബോൺസ് സൊസൈറ്റി. ഈ സമൂഹം ലോകത്തിലെ ഏറ്റവും ശക്തമായ രഹസ്യ സംഘടനകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. യേലിന്റെ ഗോതിക് ശൈലിയിലുള്ള ടോംബ് എന്ന മുറിക്കുള്ളിൽ ഈ സമൂഹം നടത്തുന്ന ചടങ്ങുകൾ, ആചാരങ്ങൾ, അംഗത്വം എന്നിവയെല്ലാം നിഗൂഢതകളുടെ മൂടുപടത്തിൽ മറഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാർ, വ്യവസായ പ്രമുഖർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ഈ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു എന്ന വസ്തുത ഇതിന്റെ സ്വാധീനം എത്രമാത്രം വലുതാണെന്ന് വ്യക്തമാക്കുന്നു. ഈ സമൂഹത്തിന്റെ രഹസ്യങ്ങൾ ലോകമെമ്പാടുമുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. സ്കൾ ആൻഡ് ബോൺസിന്റെ 322 എന്ന നമ്പർ ഗ്രീക്ക് വാഗ്മിയായ ഡെമോസ്തനീസിന്റെ മരണവർഷമായ 322 BC-യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഒരു വാദം. എന്നാൽ ഈ നമ്പറിന്റെ യഥാർത്ഥ അർത്ഥം ഇന്നും ഒരു രഹസ്യമാണ്. ഈ സമൂഹത്തിന്റെ അംഗങ്ങൾ ബോൺസ്മെൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്നവരാണ്. ഈ വീഡിയോയിൽ മലയാളി പ്രേക്ഷകർക്കായി സ്കൾ ആൻഡ് ബോൺസിന്റെ ചരിത്രം, ഇന്നത്തെ അവരുടെ സ്വാധീനം, ലോകത്തിന്റെ നിയന്ത്രണത്തിൽ അവർക്കുള്ള പങ്ക് എന്നിവയെ വിശദമായി പരിശോധിക്കുന്നു. ഈ രഹസ്യ സമൂഹത്തിന്റെ ഉള്ളറകളിലേക്ക് ഒരു യാത്ര ആരംഭിക്കാം. ഈ നിഗൂഢതകളുടെ പിന്നിലെ സത്യം നമ്മെ ഒരു അജ്ഞാത ലോകത്തേക്ക് നയിക്കുന്നു. വെൽക്കം ബാക്ക്. 1832 യേൽ യൂണിവേഴ്സിറ്റിയിൽ വില്യം ഹാമിൽട്ടൺ റസലും അൽഫോൺസോ ടാഫ്റ്റും ചേർന്നാണ് സ്കൾ ആൻഡ് ബോൺസ് സൊസൈറ്റി സ്ഥാപിച്ചത്. യേലിലെ ഫൈ ബീറ്റ കപ്പ പുരസ്കാരങ്ങളെ സംബന്ധിച്ച തർക്കമാണ് ഇങ്ങനെയൊരു സമൂഹം തുടങ്ങാൻ കാരണമായത്. ലിനോണിയ, ബ്രദേഴ്സ് ഇൻ യൂണിറ്റി, കാലിയോപ്പിൻ എന്നീ ഡിബേറ്റിംഗ് സൊസൈറ്റികൾ തമ്മിലുള്ള ഈ തർക്കം ഒരു പുതിയ രഹസ്യ സമൂഹത്തിലേക്ക് നയിച്ചു. തുടക്കത്തിൽ യൂലോജിൻ ക്ലബ്ബ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ സംഘടന പിന്നീട് സ്കൾ ആൻഡ് ബോൺസ് എന്ന പേരിൽ അറിയപ്പെട്ടു. 1856 റസൽ ട്രസ്റ്റ് അസോസിയേഷനായി ഇത് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഈ സമൂഹത്തിന്റെ സ്ഥാപനം യേലിന്റെ പ്രശസ്തമായ പാരമ്പര്യങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറന്നു. ഈ സമൂഹത്തിന്റെ ചിഹ്നം ഒരു തലയോട്ടിയും 2 എല്ലുകളും കുറുകെ വെച്ച് 322 എന്ന നമ്പർ അടിയിൽ രേഖപ്പെടുത്തിയ ഒരു ചിത്രമാണ്. ഈ 322 എന്ന നമ്പറിന്റെ അർത്ഥം ഇന്നും വ്യക്തമല്ല. എങ്കിലും ചിലർ ഇതിനെ 322 BC-യിലെ ഡെമോസ്തനീസിന്റെ മരണവുമായി ബന്ധപ്പെടുത്തുന്നു. മറ്റു ചിലർ ഇത് ജർമ്മനിയിലെ ഒരു രഹസ്യ സമൂഹവുമായി ബന്ധപ്പെട്ടതാണെന്ന് വാദിക്കുന്നു. ഓരോ വർഷവും യേൽ യൂണിവേഴ്സിറ്റിയിലെ ജൂനിയർ ക്ലാസ്സിൽ നിന്ന് 15 പേരെ ടാബ് ഡേ എന്ന ചടങ്ങിലൂടെ ഈ സംഘടനയിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ഈ ചടങ്ങിൽ ഒരു ബോൺസ്മൻ അഥവാ തിരഞ്ഞെടുക്കപ്പെട്ട ആളുടെ തോളിൽ തട്ടി നിന്റെ മുറിയിലേക്ക് പോകൂ എന്ന് പറയുന്നു. ഈ ചടങ്ങിന്റെ രഹസ്യങ്ങൾ ഈ സമൂഹത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു. സ്കൾ ആൻഡ് ബോൺസിന്റെ ആദ്യകാല അംഗങ്ങൾ പ്രധാനമായും വെള്ളക്കാരായ പ്രൊട്ടസ്റ്റ് പുരുഷന്മാരായിരുന്നു. 1969 യേൽ യൂണിവേഴ്സിറ്റിയിലെ സ്ത്രീകളെ പ്രവേശിപ്പിച്ചെങ്കിലും 1992 വരെ സ്കൾ ആൻഡ് ബോൺസ് സ്ത്രീകളെ അംഗങ്ങളാക്കിയിരുന്നില്ല. 1938 ആൽഹെസ്ബർഗ് എന്ന ജൂതനും 1965 ഓൾഡ് മസ്ഗ്രേവ് കൂപ്സ് എന്ന ആഫ്രിക്കൻ അമേരിക്കക്കാരനും ആദ്യമായി അംഗത്വം ലഭിച്ചു. ഈ സമൂഹത്തിന്റെ ടോംബ് എന്നറിയപ്പെടുന്ന ആസ്ഥാനം ജനലുകളില്ലാത്ത ഒരു ഗോതിക് ശൈലിയിലുള്ള ഹാളാണ്. അവിടെ നടക്കുന്ന ചടങ്ങുകൾ രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്നു. മാത്രമല്ല, അപ്പാച്ചെ നേതാവ് ജെറോനിമോയുടെ തലയോട്ടി ഈ മന്ദിരത്തിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ടെന്ന ഐതിഹ്യവും നിലനിൽക്കുന്നു. ഈ ഐതിഹ്യം ഈ സമൂഹത്തിന്റെ നിഗൂഢതയെ കൂടുതൽ ആഴമേറിയതാക്കുന്നു. സ്കൾ ആൻഡ് ബോൺസ് സൊസൈറ്റി ഇന്നും യേൽ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം ലോകമെമ്പാടുമുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് ആക്കം പകരുന്ന ഒന്നാണ്. ഔദ്യോഗികമായി സ്കൾ ആൻഡ് ബോൺസ് ഇന്നും യേലിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വർഷവും 15 പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ടാബ് ഡേ ചടങ്ങ് ഇപ്പോഴും നടക്കുന്നു. എന്നാൽ 1970-കൾ മുതൽ അവരുടെ അംഗത്വം പരസ്യമാക്കാത്തതിനാൽ ആധുനിക കാലത്തെ അംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഊഹാപോഹങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. 2020 സ്കൾ ആൻഡ് ബോൺസ് ആദ്യമായി പൂർണ്ണമായി വെള്ളക്കാരല്ലാത്ത ഒരു ക്ലാസിനെ തിരഞ്ഞെടുത്തുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് സമൂഹത്തിന്റെ വ്യത്യസ്തത സൂക്ഷിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. ഈ മാറ്റം ഈ സമൂഹത്തിന്റെ പരമ്പരാഗത ഘടനയിൽ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കം കുറിക്കുന്നു. സ്കൾ ആൻഡ് ബോൺസിന്റെ സ്വാധീനത്തെക്കുറിച്ച് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ധാരാളമുണ്ട്. മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരായ വില്യം ഹോവാർഡ് ടാഫ്റ്റ്, ജോർജ് ഡബ്ല്യു ബുഷ് എന്നിവർ ബോൺസ്മെൻ അഥവാ ഈ സംഘടനയിൽ അംഗങ്ങളായിരുന്നു. 2004 അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 2 ബോൺസ്മെന്മാരായ ജോർജ് ഡബ്ല്യു ബുഷും ജോൺ കെറിയും മത്സരിച്ചു. ഇത് അവരുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. CIA ഡയറക്ടർമാർ, ബാങ്കർമാർ, മാധ്യമപ്രവർത്തകർ, വ്യവസായ പ്രമുഖർ എന്നിവരും ഈ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. ഇത് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ കൂട്ടായ്മ എന്ന ആശയത്തിന് ശക്തി പകർന്നു. ഈ അംഗങ്ങളുടെ സ്വാധീനം ലോകത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ വ്യക്തമായി കാണാം. എന്നാൽ ഈ വാദങ്ങൾ എത്രത്തോളം ശരിയാണ്? ചിലർ വാദിക്കുന്നത് സ്കൾ ആൻഡ് ബോൺസ് ഒരു സോഷ്യൽ നെറ്റ്വർക്ക് മാത്രമാണ്. അത് യേലിന്റെ മികച്ച വിദ്യാർത്ഥികളെ ഒരുമിപ്പിക്കുകയും അവർക്ക് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താൻ അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നാണ്. അവരുടെ ആസ്ഥാനമായ ടോംബ് ഒരു ക്ലബിന്റെ ആസ്ഥാനം മാത്രമാണ്, അല്ലാത്ത ലോക ഗൂഢാലോചനകളുടെ കേന്ദ്രമല്ല.
എന്നിരുന്നാലും ജെറോനിമോയുടെ തലയോട്ടി, മാർട്ടിൻ വാൻ ബ്യൂറന്റെ അവശിഷ്ടങ്ങൾ എന്നിവ ടോംബിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ടെന്ന ഐതിഹ്യങ്ങൾ ഈ സമൂഹത്തിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. ഈ ഐതിഹ്യങ്ങൾ ഈ സമൂഹത്തിന്റെ പുറത്തു പറയാത്ത രഹസ്യങ്ങളെ കൂടുതൽ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ആധുനിക കാലത്തെ സ്വാധീനം 1970-കൾ മുതൽ സ്കൾ ആൻഡ് ബോൺസ് അവരുടെ അംഗത്വം രഹസ്യമായി സൂക്ഷിക്കാൻ തുടങ്ങി. ഇത് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു. ചിലർ വാദിക്കുന്നത് ഈ സമൂഹം ഇലുമിനാറ്റി, ഫ്രീമേസൺസ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇതിന് ശക്തമായ തെളിവുകളില്ല. 2020-കളിൽ സമൂഹം കൂടുതൽ വ്യത്യസ്തമായി സ്ത്രീകൾ, വിവിധ വർഗ്ഗക്കാർ, LGBTQ വിഭാഗങ്ങൾ എന്നിവരെ അംഗങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2021-ൽ ഒരു കൺസർവേറ്റീവ് അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് സമൂഹത്തിന്റെ രാഷ്ട്രീയ ചായ്വിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ മാറ്റങ്ങൾ സമൂഹത്തിന്റെ എവല്യൂഷനെ സൂചിപ്പിക്കുന്നു. സ്കൾ ആൻഡ് ബോൺസിന്റെ അംഗങ്ങൾ റോക്കഫെല്ലർ, കാർണഗി, ഫോർഡ് തുടങ്ങിയ പ്രമുഖ കുടുംബങ്ങളുടെ സമ്പത്തിന്റെ നിയന്ത്രണം, മാധ്യമ സ്ഥാപനങ്ങൾ, CIA തുടങ്ങിയവയിൽ ഉയർന്ന സ്ഥാനങ്ങൾ എന്നിവയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു ഗൂഢാലോചനയുടെ ഫലമാണോ അതോ ഏലിന്റെ മികച്ച വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഫലമാണോ എന്നത് വിവാദമാണ്. ചിലർ വാദിക്കുന്നത് ഈ സമൂഹം ഒരു പവർ എലൈറ്റ് ആണെന്നും അവർ ലോക സംഭവങ്ങളെ രഹസ്യമായി നിയന്ത്രിക്കുന്നുണ്ടെന്നുമാണ്. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുകളില്ല. കൂടാതെ ഈ വാദങ്ങൾ പലപ്പോഴും അമിതമായ ഊഹാപോഹങ്ങളായി തള്ളിക്കളയപ്പെടുന്നു. ഈ സമൂഹത്തിന്റെ സ്വാധീനം ഒരുപക്ഷെ അവരുടെ അംഗങ്ങളുടെ വ്യക്തിഗത വിജയങ്ങളുടെ ഫലമാണ്. സ്കൾ ആൻഡ് ബോൺസിന്റെ യഥാർത്ഥ ശക്തി അവരുടെ അംഗങ്ങളുടെ നെറ്റ്വർക്കിനാണ്. ഡീർ ഐലൻഡ് എന്ന 40 ഏക്കർ വിസ്തീർതിയുള്ള ഒരു ദ്വീപ് അവർക്കൊരു റിട്രീറ്റ് സ്ഥലമായി ഉപയോഗിക്കപ്പെടുന്നു. അവിടെ അംഗങ്ങൾ ഒത്തുചേർന്ന് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഈ നെറ്റ്വർക്ക് ബോൺസ്മാൻമാർക്ക് രാഷ്ട്രീയ, വ്യവസായ, മാധ്യമ മേഖലകളിൽ മുൻഗണന ലഭിക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഇത് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ഗൂഢാലോചന എന്നതിനേക്കാൾ ഒരു സോഷ്യൽ ക്ലബിൻ്റെ സ്വാഭാവിക ഫലമായാണ് കാണുന്നത്. എന്നാൽ ഈ നെറ്റ്വർക്കിൻ്റെ ശക്തി അവരുടെ അംഗങ്ങളുടെ ജീവിത വിജയത്തിൽ വളരെ വ്യക്തമാണ്. സ്കൾ ആൻഡ് ബോൺസ് സൊസൈറ്റി ഒരു നൂറ്റാണ്ടിലേറെ നീണ്ട ചരിത്രവും നിഗൂഢതകളും കൊണ്ട് ഇന്നും ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. ടോംബ് എന്ന മന്ദിരത്തിന്റെ ജനലുകളില്ലാത്ത ചുവരുകൾ, ജെറോനിമോയുടെ തലയോട്ടിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ, 322 എന്ന നമ്പറിന്റെ രഹസ്യം, ഇവയെല്ലാം ഈ സമൂഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഗൂഢാലോചനകളെ ആഴമേറിയതാക്കുന്നു. ഇത് ഏലിന്റെ മികച്ച വിദ്യാർത്ഥികളെ ഒരുമിപ്പിക്കുന്ന ഒരു സോഷ്യൽ ക്ലബ്ബോ അതോ ലോകത്തിന്റെ നിയന്ത്രണം കൈവശം വെച്ചിരിക്കുന്ന ഒരു രഹസ്യ കൂട്ടായ്മയോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ടോംബിന്റെ ഉള്ളറകളിൽ മറഞ്ഞിരിക്കുന്നു. ഈ രഹസ്യങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധയിൽ ഇന്നും തുടരുന്നു. അവർ ലോകത്തെ നിയന്ത്രിക്കുന്നുണ്ടോ എന്നത് തർക്കവിഷയമാണ്. എന്നാൽ ബോൺസ്മാൻമാർ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. ഈ സമൂഹം ശക്തമായ ഒരു നെറ്റ്വർക്ക് സൃഷ്ടിച്ച് അംഗങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നു. എന്നിരുന്നാലും ലോകത്തിൻ്റെ പാവക്കൂത്ത് എന്ന ആശയം ഒരുപക്ഷെ യാഥാർത്ഥ്യത്തെക്കാൾ ഭാവനയുടെ സൃഷ്ടിയാണ്. നമ്മുടെ ലോകത്തിൻ്റെ ഭാവി ഒരു രഹസ്യ സമൂഹത്തിൻ്റെ കൈകളിലാണോ അതോ നമ്മുടെ കൂട്ടായ തീരുമാനങ്ങളിലാണോ? സ്കൾ ആൻഡ് ബോൺസിന്റെ നിഴൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തേടുന്നവരെ ഇനിയും വേട്ടയാടുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.